ഞാൻ അദ്ദേഹമായിട്ട് കൂടിക്കാഴ്ച ഞാനെപ്പോഴും വരുന്ന വീടല്ലേ ഇത്. കൊച്ചിലെ തൊട്ട് ചെറുപ്പത്തിലോട്ട് എൻ്റെ ലീഡറാണ് അദ്ദേഹം. എല്ലാ കാലത്തും ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം പ്രതിപക്ഷ നേതാവായപ്പോൾ ഞാൻ ഇവിടെ വന്ന് ഞങ്ങൾ രണ്ടുപേരും കൂടി ഒരു വാഹനത്തിലാണ് ആദ്യ നിയമസഭാ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ പോയത്. എത്രയോ വർഷമായിട്ട് ഈ വീട് ഉണ്ടാക്കിയ കാലം മുതൽ ഈ വീട്ടിൽ വരുന്ന ഒരാളാണ് ഞാൻ അദ്ദേഹത്തെ കാണണ്ടേ. അത് നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആ തരത്തിലുള്ള ഒരു കാര്യങ്ങളുമില്ല. അദ്ദേഹം എൻ്റെ ജ്യേഷ്ഠ സഹോദരന് തുല്യനായ ഒരാളാണ്, എൻ്റെ നേതാവായിട്ടുള്ള ഒരാളാണ്. അദ്ദേഹത്തിൻ്റെ എല്ലാ അനുഗ്രഹവും എനിക്ക് ഈ ദൗത്യം ഏറ്റെടുക്കുമ്പോൾ ഉണ്ടാകുമെന്ന് എനിക്ക് 100% എനിക്ക് ഉറപ്പുണ്ട്. അദ്ദേഹം അത് ചെയ്ത് എനിക്ക് തന്നിട്ടുണ്ട്. അല്ല, അതൊക്കെ ഞങ്ങൾ പാർട്ടി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. അത് അദ്ദേഹവുമായിട്ട് തന്നെ കൂടിയാലോചിച്ച് ആ കാര്യങ്ങളിലെല്ലാം തീരുമാനമെടുക്കും. മഞ്ഞൊരുകിയിട്ടുണ്ടോ? വി ഡി സതീശൻ മുഖ്യമന്ത്രിയായതിൽ ഞാൻ സന്തോഷിക്കുന്നു. ഹൈക്കമാൻഡിൻ്റെ തീരുമാനത്തെ ഞാൻ സർവാത്മന സ്വാഗതം ചെയ്യുന്നു. ഇന്ന് രാവിലെ ഗുരുവായൂരിൽ 1-ാം തീയതി ആയതുകൊണ്ട് ഗുരുവായൂരിൽ പോയി ഞാൻ തൊഴുതിട്ട് പത്രക്കാരെ കണ്ടപ്പോൾ ഞാനിത് പറഞ്ഞതാണ്. അദ്ദേഹം ഇവിടെ പറഞ്ഞു, വളരെയേറെ വ്യക്തിപരമായ ബന്ധങ്ങളുള്ളവരാണ് ഞങ്ങളെല്ലാവരും. തീർച്ചയായിട്ടും കഴിഞ്ഞ 10 വർഷത്തെ LDF ഭരണത്തിൽ നിന്നുള്ള കേരളത്തെ മോചിപ്പിക്കാനുള്ള ദൗത്യം അദ്ദേഹത്തിനാണ് പാർട്ടി ഹൈക്കമാൻഡ് ഏൽപ്പിച്ചിട്ടുള്ളത്. അത് പാർട്ടി പ്രവർത്തകരും ഞങ്ങളെല്ലാവരും കൂടി ചേർന്ന് നിറവേറ്റും എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതെല്ലാം പാർട്ടി തീരുമാനിക്കേണ്ട കാര്യം. ഒരു ഉപാധിയില്ല. ഞങ്ങൾ തമ്മിൽ എന്ത് ഉപാധി? I met Sri Ramesh Chandra ji for getting his blessings. He was my leader. When I was a student, he was my leader. Always he was my leader. Now also he is my leader. No doubt. It is a meeting. He blessed me for taking this post. Always his blessings will be and support will be with me. I'm sure this is a meeting of two brothers, nothing more. So what cabinet, so That will be decided by the party, and they will the party leaders will discuss with him. The party leaders will discuss with him. Then we will take a decision after getting his opinion. Then only party will decide. അത് വൈകുന്നേരം ആകുമ്പോൾ പറയാം. So one comment. Okay. കൂടിക്കാഴ്ചയ്ക്ക് ശേഷം മാധ്യമങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു ഇരു നേതാക്കളും. പക്ഷേ രമേശ് ചെന്നിത്തല പ്രസന്നവദനായല്ല അദ്ദേഹത്തിന്റെ പ്രതികരണം. അദ്ദേഹത്തെ അങ്ങനെയല്ല കാണുന്നത്. സാധാരണ നിലയിൽ മാധ്യമങ്ങളോട് സൗഹാർദ്ദപരമായി സന്തോഷത്തോടു കൂടിയൊക്കെ സംസാരിക്കുന്ന നേതാവാണ്. പക്ഷേ ഇന്ന് അദ്ദേഹത്തിന്റെ ശരീരഭാഷയൊക്കെ ആകെ മാറിയിട്ടുണ്ട്. എന്താണ് അതിൽ ഇവർ തമ്മിൽ സംസാരിച്ചത്, മറ്റു കാര്യങ്ങളിൽ എന്താണ് തീരുമാനം എന്നുള്ളതിനെക്കുറിച്ച് രമേശ് ചെന്നിത്തല കൂടുതൽ പ്രതികരണത്തിന് തയ്യാറാകുന്നില്ല. ഏത് വകുപ്പ് മന്ത്രിസ്ഥാനത്തേക്ക് പരിഗണിക്കുകയാണെങ്കിൽ ഏത് വകുപ്പും ഏറ്റെടുക്കാൻ തയ്യാറാകുമോ എന്നുള്ള ചോദ്യത്തിനും രമേശ് ചെന്നിത്തല കൃത്യമായി മറുപടി പറയുന്നില്ല. വി ഡി സതീശനും മുൻപ് പല നേതാക്കളുടെ വീട്ടിൽ സന്ദർശനം നടത്തിയിരുന്നു. അതിനുശേഷം പ്രതികരിച്ച മട്ടിലല്ല പ്രതികരിക്കുന്നത് എന്നുള്ളതും ഏറെ പ്രധാനമാണ്. എന്തായാലും സൗഹാർദ്ദപരമായ കൂടിക്കാഴ്ച മാത്രമായിരുന്നു നടന്നത് എന്നുള്ളതാണ് ഇരു നേതാക്കളും വിശദീകരിക്കാൻ ശ്രമിക്കുന്നത്. ശ്രീജിത്ത് ഉണ്ട്. ശ്രീജിത്ത്, മന്ത്രിസഭയിലേക്ക് വരണമെങ്കിൽ ആഭ്യന്തരം ലഭിക്കണം എന്നതുൾപ്പെടെയുള്ള കടുത്തുപാധികൾ മുന്നോട്ട് വയ്ക്കാനായി രമേശ് ചെന്നിത്തല ഒരുങ്ങുന്നുണ്ട് എന്നുള്ള സൂചനകൾ വന്നിരുന്നു. ഒപ്പം തന്നെ രമേശ് ചെന്നിത്തലയ്ക്ക് ഈ മുഖ്യമന്ത്രി സ്ഥാനവുമായി ബന്ധപ്പെട്ട വിഷയത്തിലെ അതൃപ്തി, ഇക്കാര്യങ്ങളൊക്കെ നിലനിൽക്കുന്നതിനിടയിലാണ് വി ഡി സതീശന്റെ കൂടിക്കാഴ്ച എന്നുള്ളതാണ് ഇതിന്റെ രാഷ്ട്രീയ പ്രസക്തി. സൗഹാർദ്ദപരമായ സന്ദർശനം, വളരെ മുൻപേയുള്ള പരിചയം എന്നൊക്കെ വിശദീകരിക്കാൻ ശ്രമിക്കുമ്പോഴും ഇരു നേതാക്കളുടെയും ശരീരഭാഷയിൽ, പ്രത്യേകിച്ച് ചെന്നിത്തലയുടെ ശരീരഭാഷയിൽ അതൃപ്തി, അസംതൃപ്തി ഇതൊക്കെ പ്രകടവുമാണ്. ഇനിയുള്ള നീക്കങ്ങൾ എങ്ങനെയാകുമെന്നുള്ളത് ഏറെ പ്രധാനമാണല്ലേ?
അസിത, സൗഹൃദപരമായ കൂടിക്കാഴ്ചയാണ് എന്ന വി ഡി സതീശന്റെ പ്രസ്താവനയിൽ വലിയ തോതിലുള്ള പ്രശ്നങ്ങളില്ല. കാരണം രമേശ് ചെന്നിത്തലയുടെ അനുയായിയായാണ് വി ഡി സതീശന്റെ രാഷ്ട്രീയ പ്രവർത്തനം. ഐ ഗ്രൂപ്പിൽ നിന്ന് പിണങ്ങി തിരുത്തൽവാദം ആരംഭിച്ച ഘട്ടത്തിൽ ജി കാർത്തികേയനും രമേശ് ചെന്നിത്തലയ്ക്കും എം എ ഷാനവാസിനൊപ്പം നിലയുറപ്പിച്ച നേതാവായിരുന്നു വി ഡി സതീശൻ. മാത്രമല്ല, ഇപ്പോൾ ഈ ചർച്ചയ്ക്ക് മധ്യസ്ഥം വഹിച്ച ജോസഫ് വാഴക്കൻ ഒരർത്ഥത്തിൽ വി ഡി സതീശന്റെ രാഷ്ട്രീയ നേതൃത്വമായിരുന്നു. ജോസഫ് വാഴക്കൻ മുൻകൈയെടുത്താണ് സജീവ രാഷ്ട്രീയ പ്രവർത്തനം അവസാനിപ്പിച്ച വി ഡി സതീശനെ NSUവിൻ്റെ ദേശീയ ഭാരവാഹിയാക്കാനൊക്കെ മുൻകൈയെടുക്കുന്നത്. അപ്പോൾ അത്തരത്തിലൊരു വ്യക്തിപരമായ വൈയക്തികമായ ഒരു ബന്ധം അവർക്കിടയിലുണ്ട്. എന്നാൽ ഇപ്പോൾ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഇന്ന് തഴയപ്പെട്ടതോടെ രമേശ് ചെന്നിത്തലയ്ക്ക് ആ ഹൈക്കമാൻഡ് തീരുമാനത്തിൽ വലിയ അതൃപ്തിയുണ്ട്. അതുകൊണ്ട് താൻ സീനിയറായി തന്നെ തഴഞ്ഞതിൽ പ്രതിഷേധിച്ച് മന്ത്രിസഭയിൽ നിന്ന് മാറി നിൽക്കണമെന്ന ശക്തമായ വികാരമുണ്ട്. എന്നാൽ അതുമായി ബന്ധപ്പെട്ട് അദ്ദേഹം കടുത്തൊരു നിലപാടിലേക്ക് പോയിട്ടുണ്ടെങ്കിലും അദ്ദേഹത്തെ അനുനയിപ്പിക്കാനുള്ള നീക്കത്തിൻ്റെ ഭാഗമായാണ് ഇന്ന് സതീശൻ വീട്ടിലെത്തി അദ്ദേഹത്തെ കണ്ടത്. രാവിലെ ചെന്നിത്തലയുടെ ഏറ്റവും അടുത്ത വിശ്വസ്ത അനുയായികളായ ജോസഫ് വാഴക്കനും അൻവർ സാദത്തും മറ്റാളുകളും എല്ലാവരും ഇന്ന് നിയുക്ത മുഖ്യമന്ത്രി വി ഡി സതീശനെ രാവിലെ തന്നെ കണ്ട് ഈ ചർച്ചയ്ക്ക് കളമൊരുക്കിയിരുന്നു. ഇനി രമേശ് ചെന്നിത്തലയെ എങ്ങനെ അനുനയിപ്പിക്കാം എന്നതാണ് ആ ദൗത്യം. ഒരുപക്ഷെ ഹൈക്കമാൻഡ് പ്രതിനിധിയായി ഇന്ന് വൈകുന്നേരം കേരളത്തിലെത്തുന്ന AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ ആയിരിക്കും ഏറ്റെടുക്കാൻ പോകുന്നത്. 4:30 തിരുവനന്തപുരത്ത് വിമാനമിറങ്ങുന്ന KC വേണുഗോപാൽ മന്ത്രിസഭാ രൂപീകരണവുമായി ബന്ധപ്പെട്ട ചർച്ചകളുടെ ഭാഗമായി രമേശ് ചെന്നിത്തല അടക്കം കണ്ടേക്കും. അപ്പോൾ ചെന്നിത്തലയുടെ നിലപാടെന്താണെന്ന കാര്യം ചോദിച്ചറിയും. അതിനുശേഷം അദ്ദേഹത്തെ ആശ്വസിപ്പിക്കാൻ കഴിയുന്ന, അദ്ദേഹത്തെ അനുനയിപ്പിക്കാൻ കഴിയുന്ന നീക്കങ്ങളിലേക്ക് പോകും. ആഭ്യന്തരമടക്കമുള്ള വകുപ്പുകൾ നൽകിയാൽ ഒരുപക്ഷെ രമേശ് ചെന്നിത്തല മന്ത്രിസഭയിലേക്ക് വന്നേക്കും. എന്നാൽ ആഭ്യന്തര വകുപ്പ് വിട്ടു നൽകാൻ മുഖ്യമന്ത്രി എന്ന നിലയിൽ വി ഡി സതീശൻ താല്പര്യപ്പെടുമോ എന്നതിനെ ആശ്രയിച്ചായിരിക്കും. ആഭ്യന്തരം അല്ലെങ്കിൽ പിന്നെ മറ്റേത് വകുപ്പ് എന്നതിനെ ചുറ്റിപ്പറ്റിയുള്ള ചർച്ചകളാണ് ഇപ്പോൾ നടക്കുന്നത്. ശ്രീജിത്ത്, അതായിരിക്കും ഏറ്റവും പ്രധാനം എന്നുള്ളത് തോന്നുന്നു. 102 സീറ്റിന്റെ തിളക്കമാർന്ന വിജയമാണ്. പക്ഷേ ഒരു പരിഭവത്തിന്റെ പേരിൽ അല്ലെങ്കിൽ വിയോജിപ്പിന്റെ പേരിൽ രമേശ് ചെന്നിത്തലയെ പോലൊരു മുതിർന്ന നേതാവ് മന്ത്രിസഭയിൽ നിന്ന് വിട്ടുനിന്നാൽ അത് സ്വാഭാവികമായും അടുത്ത 5 വർഷവും UDFന് വലിയ കളങ്കമായി മാറുമെന്നതിൽ സംശയമില്ല. എന്നാൽ മറ്റേതെങ്കിലും വകുപ്പ് ഏറ്റെടുക്കാൻ അദ്ദേഹം തയ്യാറാകുമോ എന്നതിനെക്കുറിച്ചും അറിയില്ല. എന്തായാലും ഇന്നത്തെ അദ്ദേഹത്തിന്റെ പ്രതികരണത്തിലടക്കം അസംതൃപ്തി ഉണ്ട്. അത് പ്രകടവുമാണല്ലോ ശ്രീജിത്ത്. അപ്പോൾ ഏത് നിലയിലുള്ള ഇക്വേഷനാണ് ഇനി രൂപപ്പെടാൻ പോകുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അതിനോടൊപ്പം തന്നെയാണ് തനിക്കൊപ്പമുള്ള നേതാക്കൾക്ക് പ്രധാനപ്പെട്ട പദവി ജോസഫ് വാഴക്കിനെ KPCC അധ്യക്ഷ സ്ഥാനത്തേക്ക് പരിഗണിക്കണം എന്നുള്ള ആവശ്യം കൂടി രമേശ് ചെന്നിത്തല ക്യാമ്പ് മുന്നോട്ട് വെക്കാനായി പോകുന്നു എന്നുള്ള വിവരങ്ങൾ വരുന്നത്. രാവിലെ നിയുക്ത മുഖ്യമന്ത്രി വി ഡി സതീശനെ കണ്ടപ്പോൾ തന്നെ KPCC അധ്യക്ഷ സ്ഥാനത്തേക്ക് ജോസഫ് വാഴക്കനെ പരിഗണിക്കണം അടക്കമുള്ള ആവശ്യങ്ങൾ അദ്ദേഹത്തിന് മുന്നിൽ വെച്ചിരുന്നു. അതായത് MP-മാരായോ MLA-മാരായോ സ്ഥാനം വഹിക്കുന്ന ആരെയും KPCC ഭാരവാഹിത്വത്തിലേക്ക് പരിഗണിക്കരുത് എന്നൊരു കർശന നിലപാടിലേക്ക് കൂടി രമേശ് ചെന്നിത്തലയും അദ്ദേഹത്തെ അനുകൂലിക്കുന്നവരും വരികയാണ്. അതും രാവിലെ നിയുക്ത മുഖ്യമന്ത്രി വി ഡി സതീശനെ കണ്ടപ്പോൾ ജോസഫ് വാഴക്കനും അൻവർ സാദത്തും അടക്കമുള്ള നേതാക്കൾ അറിയിച്ചു കഴിഞ്ഞു. അതായത് നിലവിൽ കഴിഞ്ഞ കുറേ കാലങ്ങളായി K സുധാകരൻ്റെ കാലം മുതൽ ഇങ്ങോട്ട് MP-മാരോ അല്ലെങ്കിൽ MLA-മാരോ ആയ ആളുകളാണ് ഈ KPCC അധ്യക്ഷ സ്ഥാനത്തേക്കും മറ്റ് ഭാരവാഹിത്വത്തിലേക്കും വരുന്നത്. ഇത് ഒരു തരത്തിലും അനുവദിച്ചുകൂടാ. ഒരാൾക്കൊരു പദവി എന്ന നയം കോൺഗ്രസിലുണ്ടായിരുന്നു. അത് അട്ടിമറിച്ചുകൊണ്ടുള്ള ഒരു നിയമനവും ഇനി അനുവദിക്കില്ല. അതായത് ഇപ്പോൾ KPCC അധ്യക്ഷ സ്ഥാനത്തേക്ക് പരിഗണിക്കപ്പെടുന്ന കൊടിക്കുന്നിൽ സുരേഷ്, അതോടൊപ്പം തന്നെ ബെന്നി ബെഹനാൻ, ഈ രണ്ടുപേരെയും അവിടേക്ക് പരിഗണിക്കരുത്. പകരം ജോസഫ് വാഴക്കിനെ KPCC അധ്യക്ഷനാക്കണമെന്നാണ് രമേശ് ചെന്നിത്തല വിഭാഗത്തിൻ്റെ ആവശ്യം. മാത്രമല്ല, മന്ത്രിസഭയിലേക്ക് രമേശ് ചെന്നിത്തലയെ കൂടാതെ അൻവർ സാദത്ത്, ജ്യോതികുമാർ ചാമക്കാല തുടങ്ങിയ നേതാക്കളെ കൂടി പരിഗണിക്കണം. അതായത് മുഖ്യമന്ത്രി അടക്കം 12 മന്ത്രിമാരാണ് കോൺഗ്രസിന് മന്ത്രിസഭയിൽ ഉണ്ടാവുക. അതിൽ 11 മന്ത്രിസ്ഥാനത്തിൽ കുറഞ്ഞത് 3 പേരുടെയെങ്കിലും ചെന്നിത്തലയ്ക്കും അദ്ദേഹത്തിൻ്റെ അനുകൂലികൾക്കും നൽകണം എന്ന ആവശ്യം കൂടി മുന്നോട്ട് വെച്ചേക്കും. അങ്ങനെ വരുമ്പോൾ ചെന്നിത്തല ഗ്രൂപ്പിലെ സീനിയർ MLA ആയ അൻവർ സാദത്ത്, ഒപ്പം തന്നെ ജ്യോതികുമാർ ചാമക്കാലയോ TJ വിനോദോ ഒക്കെ മന്ത്രിസഭയിൽ എത്താനുള്ള എല്ലാ സാധ്യതകളുമുണ്ട്. ആർ ശ്രീജിത്താണ് വിവരങ്ങൾ നൽകിയത്. ഏറ്റവും നിർണായകമായ ഒരു കൂടിക്കാഴ്ചയാണ് അല്പം മുമ്പ് കഴിഞ്ഞിട്ടുള്ളത്. രമേശ് ചെന്നിത്തലയെ നിയുക്ത മുഖ്യമന്ത്രി വി ഡി സതീശൻ അദ്ദേഹത്തിന്റെ വസതിയിലെത്തി കണ്ടിരിക്കുന്നു. മുതിർന്ന നേതാക്കളെയൊക്കെയും കണ്ടിരുന്നു വി ഡി സതീശൻ. പക്ഷേ രമേശ് ചെന്നിത്തല ഈ മുഖ്യമന്ത്രി പദവുമായി ബന്ധപ്പെട്ട് അസംതൃപ്തി, അതൃപ്തിയൊക്കെ പ്രകടിപ്പിച്ച് വിട്ടുനിൽക്കുന്നതിനിടയിൽ കൂടിയാണ് വി ഡി സതീശന്റെ ഈ കൂടിക്കാഴ്ച എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ഇരു നേതാക്കളും സൗഹൃദ സന്ദർശനമായിരുന്നു എന്ന നിലയിലുള്ള പ്രതികരണം നടത്തുന്നു. ഏത് വകുപ്പായാലും ഏറ്റെടുക്കാൻ തയ്യാറാകുമോ മന്ത്രിസഭയുമായി ബന്ധപ്പെട്ട് എന്ന ചോദ്യത്തിന് രമേശ് ചെന്നിത്തല കൃത്യമായി മറുപടിയും പറഞ്ഞില്ല. ആ സാഹചര്യത്തിൽ കൂടിയാണ് അദ്ദേഹം ചില ഉപാധികൾ നേതൃത്വത്തിന് മുന്നിലേക്ക് വെക്കുന്നുണ്ട് എന്നുള്ള വിവരങ്ങൾ കൂടി വരുന്നത്. എന്തായാലും രമേശ് ചെന്നിത്തലയുടെ തീരുമാനം എന്താകും എന്നുള്ളത് ഏറെ നിർണായകം കൂടിയാകും. ആർ ശ്രീജിത്താണ് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.